സ്വർഗത്തിലുയർന്ന സോളമന്റെ ധ്വനിയുള്ള പുകഴ്ചയുടെ ഗീതം ഇങ്ങനെയാണ്. വരിക സിയോൻ പുത്രിമാരെ, നിങ്ങളുടെ മഹാരാജ്ഞിയെ ദർശിക്കുക. ഇവളാണ് പ്രഭാതത്തിലെ നക്ഷത്രങ്ങളാൽ വാഴ്ത്തപ്പെടുന്നവൾ, അത്യുന്നതന്റെ പുത്രന്മാർ ആഘോഷമായി വരവേൽക്കുന്നവൾ. ആത്മനാഥന്റെ മേൽ ചാഞ്ഞ് വിജയായി കടന്നു വരുന്ന ഇവൾ ആരാണ്? സമൃദ്ധിയായ സന്തോഷം അവൾ പകരുന്നുവല്ലോ. അതെ പ്രിയ ശ്രോതാക്കളെ, സന്തോഷസാഗരമായും സ്വർഗത്തിന്റെ രാജ്ഞിയായും ഉയർത്തപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചുള്ള വിവരണമാണിത്. ഈ സന്തോഷത്തിലേക്കും മഹത്വത്തിലേക്കും ഒന്നെത്തി നോക്കാൻ എന്നോടൊപ്പം ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. പരിശുദ്ധ മറിയം ആത്മശരീര പൂർണ്ണതയോടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനത്തിലെത്തി. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും ചേർന്ന് നിത്യതയിൽ പൂർണ്ണമാക്കപ്പെട്ട ആ വലിയൊരു ആലിംഗനത്താൽ അവളെ ചേർത്ത് പിടിച്ചു. നിത്യപിതാവ് അവളോട് പറഞ്ഞു, കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറുക മകളെ, എൻ്റെ മാടപ്രാവേ. അവതരിച്ച വചനം പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ മഹത്വത്തിന് ഹേതുവായവളെ, എൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ നിന്റെ പ്രതിസമ്മാനത്തെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ പ്രിയ വധുവായി നീ നിത്യാനന്ദത്തിൽ പ്രവേശിക്കുക. വ്യഗ്രതകളില്ലാതെ പരിശുദ്ധ സ്നേഹം നീ ഇനി ആസ്വദിക്കുക. സ്വർഗാരോപണ നാളിലെ ആനന്ദാനുഭവമാണിത്. സ്വർഗത്തിന്റെ ഉത്സവാഘോഷം കണ്ട് വിസ്മയിക്കാനും വിജയിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുവാനുമല്ലാതെ മനുഷ്യമക്കൾക്ക് നമുക്ക് എന്ത് ചെയ്യാനാകും? നമുക്കൊന്ന് മനസ്സിലാകും, ക്രിസ്തുവിനായി സർവ്വം ത്യജിക്കുന്നവർക്കായി സ്വർഗത്തിന്റെ വാതിലുകൾ ആത്മശരീരങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. ഓഗസ്റ്റ് 15 ഭാരതാംബയുടെ ഉത്സവമായ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സുവർണമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന സുദിനം. നമ്മുടെ നാടിനും ജനതയ്ക്കും ആനന്ദാഘോഷമൊരുക്കുന്ന അവസരം. എന്നാൽ എവിടെയും സാത്താന്റെ കുടിലതന്ത്രങ്ങൾ എത്തിപ്പിടിക്കാനും അടിമത്തത്തിലേക്ക് നയിക്കാനും പരിശ്രമിക്കുന്നുണ്ട്. മൃഗീയതയുടെയും മ്ലേച്ഛതയുടെയും അരൂപികൾ സർവ്വ സൗന്ദര്യവും അണിഞ്ഞ് ഓരോ മനസ്സുകളുടെയും വാതിൽക്കൽ എത്തി നിൽക്കുകയായി. നിഷ്കളങ്കതയുടെ പര്യായമായും നിർമ്മലതയുടെ മുഖമുദ്രയായും നാം മനസ്സിലാക്കിയിരുന്ന കുഞ്ഞു മനസ്സുകളും പൈതൽ പ്രായവും ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാക്കുകളും ചിന്തകളും വഹിക്കുന്നവരായി. കാരണം നന്മയെ തിന്മയായും തിന്മയെ നന്മയായും വ്യാഖ്യാനിക്കുന്നതിനാൽ എല്ലാ മനസ്സുകളും ശരീരങ്ങളും അറിയാതെ തന്നെ തെറ്റിന്റെ ആകർഷണ വലയത്തിലായിരിക്കുന്നു. മുഖംമൂടികളുടെയും വ്യാജ പ്രവാചകന്മാരുടെയും കാലത്താണല്ലോ നാം. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു നാൾ ഹോങ്കോങ്ങിലെ ഒരു യുവാവ് തന്റെ മാതാപിതാക്കളെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി ഉപ്പ് ചേർത്ത് വറുത്തു പൊരിച്ച് ചോറ്റുപാത്രത്തിലാക്കിയ കാര്യം നാം അറിഞ്ഞിരുന്നുവല്ലോ. അതെ, ഉപ്പ് ചേർത്ത് വറുത്തു പൊരിച്ചാൽ ഏത് മൃഗത്തെയും ഒപ്പം മനുഷ്യനെയും ഭക്ഷിക്കാമെന്നായോ? തിന്മയെ നന്മയായും സൗന്ദര്യമായും കാണുന്ന മൂല്യച്യുതിയിൽ എത്തി നിൽക്കുന്ന നമ്മെ നോക്കി സ്വർഗാരോപിതയായ മാതാവ് എന്തു പറയും? നമ്മെ നോക്കി വ്യാകുലയാകുമ്പോൾ പോലും ആ അമ്മ മനുഷ്യമക്കളെ കൈവിടുകയില്ല. സ്വർഗത്തിന്റെ തുറന്ന വാതിലുകൾ കാണിച്ച് ദൈവകരുണ നമുക്കായി പകരും. ദിവ്യകാരുണ്യത്തിന്റെ പ്രകാശരശ്മികൾ നമ്മളിലേക്ക് ഒഴുക്കും. അൻഡഞ്ജന കുദാശയുടെയും ദൈവവചനത്തിന്റെയും ശുദ്ധിയും സൗന്ദര്യവും നമുക്ക് കാണിച്ചു തരും. അതെ, നമ്മുടെ ജീവിതത്തെയും സ്വർഗത്തിൻ്റെതാക്കാൻ ആ അമ്മയുടെ പക്കലണയാം. ആ നീലയങ്കിയിൽ അഭയം തേടാം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ അജഗണങ്ങളോടായി പറഞ്ഞു വെച്ചു, അവൻ നമ്മെ സ്നേഹിച്ചുവെന്ന്. ആ സ്നേഹത്തിലേക്ക്, സ്വർഗത്തിന്റെ കുറുക്ക് വഴിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ തിരുനാളിന്റെ നന്മകളും സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.